ഹലോ, നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിച്ചിരുന്നൊരു ചോദ്യമായിരുന്നു. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ വയറ് കുറയ്ക്കുന്ന വർക്കൗട്ടുകൾ, വയറിനുള്ള കുറച്ച് എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് എക്സസൈസുകൾ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിപ്പോൾ ഞാൻ ജിമ്മിലെത്തിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സൈക്കിൾ ചെയ്യാണ്, വാമപ്പൊക്കെ ചെയ്യാണ്. അപ്പോൾ വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ത്രെഡ്മില്ലിലും ഒരു 10 മിനിറ്റ് നമ്മൾ സൈക്കിളും ചെയ്യും. കാരണം അത് നമുക്ക് നല്ല കലോറി ബേൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് കാർഡിയോ ചെയ്യണത്. അപ്പോൾ അതൊക്കെ കാർഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആണ് വയറിന് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഹോം വർക്കൗട്ട്, അതായത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള കുറച്ച് വർക്കൗട്ടുകൾ കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് എല്ലാവരും ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് കറക്റ്റ് ചെയ്യണം, അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു പൈപ്പോ ഒരു റാഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മളെ തോളത്ത് വെച്ചിട്ട് ഇതുപോലെ മാക്സിമം, അതായത് നമ്പർ ഒരു 20+ ചെയ്യാൻ ശ്രമിക്കുക. ഒരു സൈഡിലേക്ക് 20, മറ്റേ സൈഡിലേക്ക് 20, അങ്ങനെ ആ ഒരു 20+ ചെയ്യാൻ ശ്രമിക്കുക. അതേ റാഡ് തന്നെ വെച്ചിട്ട് നമ്മൾ ഓരോരോ സൈഡിലോട്ടും ചിരിയാം. അതായത് ഒരു 20ൻ്റെ മുകളിലോട്ട് എത്തിച്ചോളൂ. അത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും, അത്രയും നല്ലത്. ഒരു സൈഡിലേക്ക് എത്ര ചെയ്യുന്നു അതേപോലെ അപ്പുറത്തെ സൈഡിലേക്കും ചെയ്യാം. ഇത് നമ്മൾ വയറിൻ്റെ സൈഡ് ഭാഗത്തേക്കൊക്കെ ഉള്ള അവിടുത്തെ ഫാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വർക്കൗട്ടാണ് നമ്മൾ മുന്നേ ചെയ്തതും ഇതും. ഇത് രണ്ടും നല്ല രീതിയിൽ നല്ലോണം മാക്സിമം നമ്പർ ഇട്ടിട്ട് ചെയ്യുക. അങ്ങനെ ഇതൊരു 4 സെറ്റ്, അതായത് നമുക്ക് എത്ര ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെയ്യുക. പിന്നെ വീണ്ടും റെസ്റ്റ് എടുക്കുക, വീണ്ടും ചെയ്യുക. അങ്ങനെ ഒരു 4 സെറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് നമ്മൾ അങ്ങോട്ടും കൂടി തിരിയുന്നത്, പിന്നെ ഈ സൈഡിലോട്ട് ഇതുപോലെ തിരിയണത്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് സ്ട്രെച്ച് പോലെ ഒന്ന് കൊടുക്കുക. അതേ റാഡ് എടുത്തിട്ട് നമ്മൾ നേരെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. മൊത്തം മുകളിലോട്ട് പൊന്തിക്കുന്ന സമയത്ത് വയറ് നന്നായിട്ട് മുകളിലോട്ട് വലിച്ച് പിടിച്ചിട്ട് ഒരു സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ് പോലെ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു എക്സസൈസ്, ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. അപ്പോൾ നമ്മളെ കാല് ബാക്കിലോട്ട് പോണ സമയത്ത് വയറിൽ നല്ലതായിട്ട് നമുക്ക് ഉള്ളിലോട്ട് പിടിച്ചിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം കാല് ബാക്കിലോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് നേരം നിൽക്കുക, ഒരു 10 സെക്കൻഡ് ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ രണ്ടുണ്ട് ഗുണം കേട്ടോ. വയറിനുണ്ട്, പിന്നെ നമ്മൾ ഗ്ലൂട്ട്സ്, അതായത് ബാക്ക് സൈഡിലൊക്കെ വരുന്ന ഫാറ്റും കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുറേ ആളുകൾക്കുള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഫാറ്റൊക്കെ കട്ട് ചെയ്യാനും ഒക്കെ പറ്റിയതൊരു സ്ട്രെച്ചും കൂടിയാണ്. സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആബ്സിനും സ്ട്രെച്ച് ചെയ്യും, നമ്മളെ ബട്ടക്സിനും അതിൻ്റെ സ്ട്രെച്ച് കിട്ടും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു സൈക്ലിങ്ങും ഒരു ട്വിസ്റ്റും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ ലോവർ ആബ്സിനും നമ്മുടെ സൈഡും കൂടെ ഒരുമിച്ച്, സൈഡും നമ്മൾ ക്രഞ്ചസ് ചെയ്യുന്നതൊക്കെ ഒരുപോലെ വർക്കായിട്ട് കിട്ടും, മൊത്തത്തിൽ കിട്ടും. നല്ല ടൈറ്റായിരിക്കും വയർ കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നമ്മളിത് സ്ഥിരം ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി രാവിലെ എണീറ്റിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ കുറേ ബോഡി ഒറ്റയ്ക്ക് ചെയ്യരുത് കേട്ടോ. ബോഡി വാമപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രൗണ്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണ് ചെയ്യാൻ. ഗ്രൗണ്ട് എക്സസൈസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത വർക്കൗട്ട് ഇതൊക്കെ ഇതുപോലത്തെ വർക്കൗട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. വയറിൽ നല്ല കൊളുത്തിപ്പിടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ വെള്ളമൊന്നും വല്ലാതെ കുടിക്കാതെ വേണം നമ്മളിത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് വയറ് കൊളുത്തി പിടിക്കും. പിന്നെ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണിത്. ഇത് നമ്മുടെ വലത്തേ കാലും ഇടത്തേ കൈയും അങ്ങനെ ടച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഇതൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ സൈഡിലോട്ട് വരുന്ന ഒരു വർക്കൗട്ട്, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടുകളാണ്. വയറ് കുറയ്ക്കാനും ഫാറ്റ് കട്ട് ചെയ്യാനും ഒക്കെ ചെയ്യുക. കുറേ ആളുകൾക്ക് ഡൗട്ടാണ് വീട്ടിൽ നിന്ന് ചെയ്താൽ പോരെ എന്നുള്ളതൊക്കെ. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്താലും ജിമ്മിൽ പോയി ചെയ്യണ ആ ഒരു ഫീല് വീട്ടിൽ നിന്ന് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ടുണ്ട് നമ്മൾ ഇതായി പോകും. പിന്നെ നമ്മൾ ആ വർക്കൗട്ടോടെ കുറേ കൂടുതൽ റെസ്റ്റ് വരും. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് മാത്രമേ റെസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. ബ്രീത്ത് കൺട്രോളിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാ വർക്കൗട്ടുകളും ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ഒരു 4 സെറ്റ് വെച്ചിട്ട് ചെയ്യുക. എല്ലാതും 4 സെറ്റ് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാസം കണ്ടിന്യൂ ചെയ്താൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ ചേഞ്ച് കാണും. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ബോഡി നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ നമ്മളിതുപോലെ നിന്നിട്ട് നല്ല കഴുത്തൊക്കെ നല്ല മുകളിലോട്ട് പൊന്തിച്ചിട്ട് വയറിന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതും നല്ല റിസൾട്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഫുഡും കൺട്രോൾ ചെയ്യണം. ഫുഡ് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ.
അല്ലാതെ വെറുതെ നമ്മൾ കുറേ എക്സസൈസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഡയറ്റാണ് മെയിൻ. ഡയറ്റ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.